ദേശീയ തലസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന വായു മലിനീകരണത്തിന് തടയിടാനായി ദില്ലി സർക്കാർ പ്രഖ്യാപിച്ച കർശനമായ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് BS6 എഞ്ചിൻ മാനദണ്ഡം നിർബന്ധമാക്കിയതാണ് പുതിയ പരിഷ്കാരങ്ങളിൽ പ്രധാനം. ഇതോടൊപ്പം സാധുവായ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകില്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ശൈത്യകാലം ആരംഭിക്കുന്നതോടെ താപനില കുറയുന്നതും അന്തരീക്ഷത്തിൽ മലിനീകരണ വസ്തുക്കൾ തിങ്ങി നിൽക്കുന്നതും മൂലം വായു നിലവാരം അതീവ ഗുരുതരമാകുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. തിരക്കേറിയ പ്രദേശങ്ങളിൽ വായുവിലെ സൂക്ഷ്മ കണിക മലിനീകരണത്തിൽ 40% പങ്കുവയ്ക്കുന്നത് വാഹനങ്ങളാണ് എന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. നിയന്ത്രണങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 126 ചെക്ക് പോസ്റ്റുകളിലായി 580 പോലീസ് ഉദ്യോഗസ്ഥരെയും 37 എൻഫോഴ്സ്മെന്റ് വാനുകളും പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഫുഡ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ പ്രത്യേക സംഘങ്ങൾ പെട്രോൾ പമ്പുകളിൽ നേരിട്ടെത്തി നിയമം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. പുതിയ നിയമം നടപ്പിലാക്കുന്നതോടെ ഗുഡ്ഗാവ്, നോയിഡ, ഗാസിയാബാദ്, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് നിത്യേന ദില്ലിയിലേക്ക് എത്തുന്ന 12 ലക്ഷത്തോളം വാഹനങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നോയിഡയിൽ നിന്ന് 4, ഗാസിയാബാദിൽ നിന്ന് 5.5 ലക്ഷവും ഗുഡ്ഗാവിൽ നിന്ന് 2 ലക്ഷത്തോളം വാഹനങ്ങൾ ഇനി നഗരത്തിലേക്ക് പ്രവേശനം ലഭിക്കില്ല. മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങളെ കണ്ടെത്താൻ പെട്രോൾ പമ്പുകൾ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ക്യാമറകൾ ഇതിനകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഡൽഹി പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർഗ ചൊവ്വാഴ്ചയാണ് ഈ കർശന നടപടികൾ പ്രഖ്യാപിച്ചത്. ഗ്രേറ്റർ റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ 4ാം ഘട്ടം നിലനിൽക്കുന്നതുവരെ ഈ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇന്ന് പുലർച്ചെ മുതൽ നഗരത്തിലെ പല ഭാഗങ്ങളിലും കനത്ത പുകമഞ്ഞാണ് അനുഭവപ്പെടുന്നത്. നജാഫ്ഗഡ് പോലുള്ള പ്രദേശങ്ങളിൽ കാഴ്ചപരിധി ഗണ്യമായി കുറഞ്ഞത് ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം വ്യാഴാഴ്ച രാവിലെ ദില്ലിയിലെ ശരാശരി വായു ഗുണനിലവാര സൂചിക 365 രേഖപ്പെടുത്തി. ഇത് വളരെ മോശം എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ആനന്ദ് വിഹാറിൽ സൂചിക 415-ലെത്തിയതോടെ വായു നിലവാരം അതിതീവ്രം എന്ന നിലയിലെത്തി. വിവേക് വിഹാർ, ജഹാംഗീർപൂർ, രോഹിണി, ITO തുടങ്ങിയ ഇടങ്ങളിലും വായു നിലവാരം അതീവ ഗുരുതരമായി തുടരുകയാണ്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി മലിനീകരണ തോത് കുറയ്ക്കാനുള്ള എല്ലാ നടപടികളുമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. അതിനിടെ ഡൽഹിയിലെ വായു മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത നടത്തിയ പരാമർശത്തിന് ഡൽഹിയിൽ വൻ ജനസ്വീകാര്യത നേടി. ഡൽഹിയിലെ വായു മലിനീകരണത്തിന് പിന്നിലെ ഉത്തരവാദിത്തം നിഷേധിക്കുന്ന പതിവ് രീതി വിട്ട് ഡൽഹിയിലെ ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ ഏറ്റുപറയുകയായിരുന്നു രേഖ ഗുപ്ത. ഇതിനു മുൻപ് ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ തയ്യാറായിട്ടില്ലാത്ത കാര്യം രേഖ ഗുപ്ത പറഞ്ഞപ്പോൾ അതിന് കയ്യടിയും ഉയരുന്നുണ്ട്. ഡൽഹിയിലെ അതിരൂക്ഷമായ യാഥാർത്ഥ്യമാണ് രേഖ ഗുപ്ത കഴിഞ്ഞ ദിവസം തന്റെ പ്രസംഗത്തിൽ തുറന്നു കാണിച്ചത്. വെറും 1500 ചതുരശ്ര കിലോമീറ്റർ മാത്രം വ്യാപ്തിയുള്ള നഗരമാണ് ഡൽഹി. ഇവിടെ തിങ്ങിപ്പാർക്കുന്നത് 3.5 കോടി ജനങ്ങളാണ്. ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ പുകത്തുപ്പുന്നുണ്ട്. അവയിൽ പലതും വേണ്ടവിധം പരിശോധനയില്ലാത്ത വാഹനങ്ങളാണ്. ഡൽഹിക്ക് മര്യാദയ്ക്ക് ശ്വസിക്കണമെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കലോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലോ അല്ല വേണ്ടത്. പകരം താൻ ഉൾപ്പെടെയുള്ളവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് ശരിയായ രീതി എന്നാണ് അവർ പറഞ്ഞത്. തന്റെ പ്രസംഗത്തിൽ രേഖ ഗുപ്ത ഇത്രയും തുറന്നു പറഞ്ഞപ്പോൾ ഡൽഹിക്കാരിൽ പലരും അത് അംഗീകരിക്കുകയായിരുന്നു. പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഈ രാഷ്ട്രീയ നീക്കം പതിവ് രാഷ്ട്രീയ ശൈലികളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. ഡൽഹിയിലെ വായു മലിനീകരണത്തിന് ശാശ്വതമായ പരിഹാരമാണ് രേഖ ഗുപ്ത തേടാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക 350-നും 411-നും ഇടയിലാണ്. ഇത് അപകടകരമെന്ന തോതിലാണ്. 1500 ചതുരശ്ര കിലോമീറ്ററിനകത്ത് ദശലക്ഷക്കണക്കിന് പരിശോധിക്കപ്പെട്ടതും അല്ലാത്തതുമായ വാഹനങ്ങൾ ഉയർത്തുന്ന വായു മലിനീകരണത്തിന്റെ ഭീഷണി വളരെ വലുതാണ്. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് രേഖ ഗുപ്ത ഇതിനായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാരം. കാർപൂളിൽ, മെട്രോയിൽ, ബസ്സിൽ എന്നിങ്ങനെ പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് ജനങ്ങൾ മാറണമെന്നാണ് രേഖ ഗുപ്ത നിർദ്ദേശിക്കുന്നത്. ഇതിലൂടെ വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. ഇത് ഡൽഹിയുടെ ശ്വാസകോശത്തെ മെച്ചപ്പെടുത്തുമെന്നും അവർ പറയുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ രാത്രി മഴ ഉൾപ്പെടെയുള്ള പരിഹാരങ്ങൾ തേടിയ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയം കണ്ടിരുന്നില്ല. കുറഞ്ഞ ചിലവിൽ IIT-കളുമായി ചേർന്ന് കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ശ്രമം മേഘങ്ങളിൽ വേണ്ടത്ര അളവിൽ ജലാംശമില്ലാത്തതിനാൽ പൂർണ്ണതോതിൽ വിജയിച്ചിരുന്നില്ല. പക്ഷേ പരീക്ഷണങ്ങൾ തുടരുക തന്നെയാണ്.